വർഷം 2002. നന്ദനം സിനിമ തിയേറ്ററിൽ കളിക്കുന്ന സമയം. അമ്മമ്മേ മനു. എന്താ കൃഷ്ണ, അമ്മമ്മയുടെ കുട്ടാ വാ. അയ്യോ അപ്പേ, മാറ്ററിന്ന് മാറിപ്പോവല്ലേ. സോറി മോളെ. ടീച്ചർമാരുടെ കണ്ണുവെട്ടിച്ച് പടത്തിന് പോയത് ഇന്നും ഓർക്കുന്നു. അതാ അങ്ങോട്ട് നോക്കൂ, അല്ലെങ്കിൽ വേണ്ട ഇങ്ങോട്ട് നോക്കൂ. ഇത് ഞങ്ങൾ കളിച്ചു വളർന്ന ഞങ്ങളുടെ വിദ്യാലയം. വിദ്യാലയത്തിലെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ മൈതാനം. ആർപ്പുവിളികളും കയ്യടികളും കൂക്കുവിളികളും ഏറ്റുവാങ്ങിയ ഞങ്ങളുടെ അങ്കത്തട്ട്. ഓ, ഭാർഗവി നിലയം എത്തിയല്ലോ. മനസ്സിലായില്ല. മനസ്സിലായില്ല? സ്റ്റാഫ് റൂം. ടീച്ചർമാരും സാറുമാരും ഇന്നാരെ പൊക്കാം എന്ന് പ്ലാൻ ചെയ്യുന്ന സ്ഥലം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ആ ക്ലാസ് റൂം. അതെ, ഞങ്ങളുടെ ഓർമ്മകൾ ഓടിക്കളിച്ച ആ പഴയ ക്ലാസ് റൂം. ഇവിടെ സ്നേഹമുണ്ട്, ദുഃഖമുണ്ട്, തമാശകളുണ്ട്, പൂത്തുവിരിഞ്ഞ പ്രണയങ്ങളുണ്ട്. രേഷ്മ, ചിഞ്ചു, മഹിമ, ഫാത്തിമ. ആഹാ, നിങ്ങളുടെ ക്ലാസ്സിൽ ഗേൾസ് മാത്രമേ ഉള്ളോ? അത് പിന്നെ ആദ്യം മനസ്സിൽ വന്നതങ്ങ് പറഞ്ഞു പോയതാ. ആൺകുട്ടികളും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സ്. ടീച്ചറെ, ഞങ്ങൾ അകത്തോട്ട് വന്നോട്ടെ? ആ വരൂ. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടതുപോലെ. ഭാർഗവി ടീച്ചറല്ലേ? അതെ, ഭാർഗവിയാണ്. ഇങ്ങനെ മനസ്സിലായി? ഓഫീസിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു കാണുമല്ലേ? അല്ലല്ല ടീച്ചർ, ഞങ്ങളെ കണക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനോ? സോറി, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ടീച്ചറുടെ അടി മേടിച്ചതിന് ഞങ്ങൾക്ക് കണക്കില്ല. ഞങ്ങളെ എല്ലാ ടീച്ചർമാരും അന്ന് ഏറ്റവും പുറകിലുള്ള ബെഞ്ചിലാണ് ഇരുത്താറ്, ലാസ്റ്റ് ബെഞ്ച്. ഇപ്പൊ ടീച്ചർക്ക് ഞങ്ങളെ മനസ്സിലായി. വിജീഷ് അല്ലേ? അതെ ടീച്ചർ. അതുൽ, അലൻ, സഞ്ജു, വിജീഷ്, പിന്നെ ഇത് ഫൈസൽ. അതെ ടീച്ചർ, പണ്ട് എല്ലാവരും മാറ്റി നിർത്തിയ ആ പഴയ ബാക്ക് ബെഞ്ചേഴ്സ്. പല ടീച്ചർമാരും ഞങ്ങളെ തീർത്തും അവഗണിക്കുമായിരുന്നു. പിന്നീട് ചോദ്യങ്ങൾ പോലും ചോദിക്കാതായി. ചോദിച്ചിട്ടും കാര്യമില്ലെന്ന് അവർക്കറിയാം, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അതിൽ പരിഭവമോ പരാതികളോ ഒന്നുമില്ല ടീച്ചർ. ഞാനിപ്പോൾ ഓർക്കുന്നു, അന്നെനിക്ക് നിങ്ങളോട് അല്പം ദേഷ്യത്തോടെ പെരുമാറേണ്ടി വന്നു. എപ്പോഴും വഴക്കു പറയുമായിരുന്നു. ഇന്നത് ഓർക്കുമ്പോൾ. അയ്യോ ടീച്ചർ, അതൊന്നും സാരമില്ല. അതൊക്കെ പണ്ടല്ലേ. ഞങ്ങളുടെ ആ പഴയ കാലം ഒന്ന് ഓർത്തെടുത്തതാണ്. വിജീഷാണ് ഇങ്ങനെ ടീച്ചറെ പോയി കാണാമെന്ന് പ്ലാൻ ചെയ്തത്. ഞാനും സഞ്ജുവും ഇപ്പോൾ UK സെറ്റിൽഡ് ആണ് ടീച്ചർ. ഞാനും അതുലും അലനും ഷാർജയിൽ എഞ്ചിനീയർമാരായി വർക്ക് ചെയ്യുന്നു. ആ പഴയ ബാക്ക് ബെഞ്ച് കൂട്ടായ്മ ഒന്ന് പൊടിതട്ടിയെടുത്തെന്ന് മാത്രം. സന്തോഷം, ഒത്തിരി സന്തോഷം. നിങ്ങളുടെയൊക്കെ ഫാമിലി എല്ലാവരും വിവാഹിതരായോ? ഞാനൊഴിച്ച് എല്ലാവരും മാരീഡ് ആണ് ടീച്ചർ. അലനല്ലെങ്കിലും എല്ലാ കാര്യത്തിലും ലേറ്റ് ആണല്ലോ. ഹോംവർക്ക് സമയത്ത് വെക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അല്ലേ അലൻ? അക്കാര്യത്ത് ഞങ്ങളെന്നും ഒറ്റക്കെട്ടായിരുന്നു ടീച്ചർ. ടീച്ചർ, ഞങ്ങളുടെ ഈ ചെറിയ ഗിഫ്റ്റ് സ്വീകരിക്കണം. ടീച്ചറും ഇവിടുത്തെ പഴയ സ്റ്റാഫൊക്കെ കാരണമാണ് ഞങ്ങളെല്ലാവരും ഈ നിലയിലെത്തിയത്. അത് നിങ്ങളുടെ കഴിവും പ്രയത്നവുമാണ്. താങ്ക് യു. ഞാനിന്ന് നിങ്ങളെ ഓർത്ത് അല്ല, ബാക്ക് ബെഞ്ചേഴ്സിനെ ഓർത്ത് അഭിമാനിക്കുന്നു.
ആ സമയം പോയത് അറിഞ്ഞില്ല. ക്ലാസ്സിൽ കയറാൻ സമയമായി. അതെ, പുതിയൊരു കൂട്ടം ബാക്ക് ബെഞ്ചസിനെ കിട്ടിയിട്ടുണ്ട്, നിങ്ങളെപ്പോലെ. പഠിക്കുമ്പോൾ ഈ അവഗണനകൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ മുറിവുകളായിരുന്നു. അത് പിന്നീടുള്ള യാത്രയിൽ ഞങ്ങളുടെ പ്രചോദനമായി മാറി. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കഥയാണ്. ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾക്കും കാണാം ഇവരെ. അവഗണനകളിൽ നിന്നും, കുറ്റപ്പെടുത്തലുകളിൽ നിന്നും, കളിയാക്കലുകളിൽ നിന്നും ജീവിതം കെട്ടിപ്പൊക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥ. എല്ലാവിധ നന്മകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ടീം ബാക്ക് ബെഞ്ചേഴ്സ്.